ബിഗ് ബോസിൻ്റെ കുറച്ച് അപ്ഡേറ്റുകൾ നമുക്ക് എന്തായാലും പറയാനുണ്ട്. അപ്ഡേറ്റുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിഷുവിന് നമ്മുടെ സിജോ വരും എന്ന് പ്രതീക്ഷിച്ച് പ്രേക്ഷകർ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് നിരാശ നൽകിക്കൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ സിജോ വരില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ചികിത്സ 2 ആഴ്ചത്തേക്കും കൂടി നീട്ടിയിരിക്കുക. വിഷു നല്ലൊരു ദിവസമാണ്, അപ്പോൾ അന്ന് വരും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ബിഗ് ബോസും അതാണ് ആഗ്രഹിച്ചതും. പക്ഷേ നടക്കില്ല. ഡോക്ടർ പറയുന്നത് ഇപ്പോൾ ഒരു സംസാരത്തിനോ അങ്ങനെ ബിഗ് ബോസിൽ കയറിയിട്ട് ഒരു ടാസ്ക് കളിക്കാനോ ഒന്നും സിജോയ്ക്ക് കഴിയില്ല. ഇപ്പോഴും നല്ല നമ്മുടെ ചോറ് പോലത്തെ അതുപോലെ കടിക്കുന്ന ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ഖരമായിട്ടുള്ള ജ്യൂസ്, അതുപോലെയുള്ള പപ്പക്കായ വളരെ പഴുത്തത്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രമാണ് സിജോയ്ക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ബിഗ് ബോസിൻ്റെ എല്ലാ പൂർണ്ണ പിന്തുണയും കൊടുത്ത് മൂപ്പര് പുറത്തേക്ക് പോകാണ്ട് വളരെയധികം സൂക്ഷിച്ച് മൂപ്പരെ ബിഗ് ബോസ് നോക്കുന്നുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബിഗ് ബോസ് ഷോയിൽ ഒരു നിയമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മാറി നിന്നാൽ തിരിച്ച് വരാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുണ്ടായുള്ള ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ സിജോ എന്തായാലും 2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരും. അത് ഡോക്ടർമാർ പറയാണ്ടും അതിൻ്റെ ഒരാളുടെ അസുഖം മാറാണ്ട് ഇപ്പോൾ എന്തായാലും തിരിച്ചു വരാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ സിജോ ഒരുപാട് വിഷമത്തിലാണ്, ഒരുപാട് സങ്കടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ സിജോ അനുഭവിക്കുന്ന മാനസിക പ്രശ്നം, മാനസിക വ്യത ഒരുപാട് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലുതാണ്. നമുക്ക് തന്നെ അറിയാലോ, 2 നേരം 3 നേരം ചോറ് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ നോക്കി. ഈ ജ്യൂസൊക്കെ കഴിച്ചിട്ട് ഇത്രയും ദിവസം ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു സങ്കടകരമായുള്ളൊരു കാര്യമാണ്. ഇനി അടുത്ത കാര്യം പറയാം. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിഷുവായിട്ട് ആരും പുറത്ത് പോവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് തീരുമാനമൊന്നും ആയില്ല. എന്നിരുന്നാലും പുറത്ത് പോകാൻ വെച്ചാൽ ജാൻമണി പോകും. ഡബിൾ വിഷു ഉണ്ടായിരിക്കാം. വിഷുവായിട്ട് ഇതിന് മുമ്പ് ബിഗ് ബോസിൽ നിന്ന് സീസൺ 3 ആൾക്കാരെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആക്കണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ അല്ല. പക്ഷേ ഇത്രയധികം ആൾക്കാർ തിങ്ങി നിറഞ്ഞതിലുള്ളിൽ നിൽക്കണ കാരണം ചിലപ്പോൾ ഒരു ഡബിൾ വിഷു ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇന്നലെ നമ്മുടെ അഭിഷേക് ജാദേവ് ഉറങ്ങിയത് ജിൻഡോൻ്റെ അടുത്ത് ഒരു പെട്ടി കയറ്റി വെച്ചിട്ടാണ്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ലക്ഷ്മണരേഖ കടന്ന് ജിൻഡോ കയറി വരും, കൈയും കാലും പിടിച്ച് അവിടെ ഇവിടെയൊക്കെ പിടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുടെ മുകളിൽ. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ജിൻഡോയ്ക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു കാമ്പയിൻ നടക്കുന്നുണ്ട് അവിടെ. ജിൻഡോനെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഒരു കാമ്പയിനാണ് നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജിൻഡോ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്ന, ആണുങ്ങളെ മാത്രം കെട്ടിപ്പിടിച്ച് ആണുങ്ങളെ മാത്രമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക സ്വഭാവം ജിൻഡോൻ്റെ കയ്യിലുണ്ട്. ജിൻഡോൻ്റെ കയ്യിൽ ദുരൂഹതകൾ ഒരുപാടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു ക്യാമ്പയിൻ അതിൻ്റെ ഉള്ളിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ അതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സായി കൃഷ്ണ, ഒന്ന് അഭിഷേക് ജാദേവ്, അതുപോലെ തന്നെ ഇവരെ കൂട്ടത്തിൽ തന്നെ 1-2 പേരും കൂടിയുണ്ട്. അതിൽ നമ്മുടെ ഗബ്രി ഉണ്ട്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള ഒരു പ്രശ്നം എടുത്ത് പുറത്തേക്കിട്ട് അവനെ സെക്സ് ഹരാസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവനെ എത്രയും പെട്ടെന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായുള്ള ഒരു പ്രക്ഷോഭം തന്നെ അവരുണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാര്യത്തിന് ഉണ്ടാക്കിയെടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജിൻഡോ അവിടെ നിന്ന് കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടുമെന്നുള്ളത് സായി കൃഷ്ണ അകത്ത് വന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ ടാർഗറ്റ് ജിൻഡോയാണ്. ജിൻഡോനെ എന്ത് ചെയ്യണം? ജിൻഡോനെ ഇങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാക്കി ജിൻഡോൻ്റെ പേരിൽ ഇല്ലാത്തൊരു കുറ്റം ആരോപിച്ച് ജിൻഡോനെ അവിടുന്ന് പുറത്താക്കാനുള്ള ഭയങ്കര തന്ത്രപരമായുള്ള നീക്കമാണ് ഈ സെക്സ് ഹരാസ്മെൻറ്റിൻ്റെ മുകളിൽ നടക്കുന്നത്. അപ്പോൾ അത് ജിൻഡോ എങ്ങനെ മറികടക്കും എന്നുള്ളത് നമുക്കിനി കണ്ടറിയാം. ലാലേട്ടൻ വരുമ്പോൾ അതിനെക്കുറിച്ച് എന്തെല്ലാം ചർച്ചകളുണ്ടാവും. ഇതൊരു മോശം ചർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ലാലേട്ടനെ ഇതിനെ അധികം പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞിട്ട് ഒരാളെ പുറത്താക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. പോലെ തന്നെ ജിൻഡോ പോലെയുള്ള ആളങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ ഒരുപാട് ജനപിന്തുണയുള്ള ഒരാളാണ്, പുറത്താക്കാനും ബുദ്ധിമുട്ടാണ്. അതിനി എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് ബിഗ് ബോസിൻ്റെ മാനദണ്ഡം അനുസരിച്ചിരിക്കും. എന്തായാലും ജിൻഡോ അങ്ങനെയുള്ള ഒരാളല്ല. ജിൻഡോനെ കുറിച്ച് പുറത്ത് ഈ ദിയാസനയൊക്കെ പറയുന്നുണ്ട്, ജിൻഡോ വളരെ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്, പുരുഷന്മാരെ മാത്രം ഇഷ്ടപ്പെട്ട അങ്ങനെ ഒരു ലൈംഗികപരമായിട്ട് ചിന്തിച്ച് അതുപോലെ ചെയ്യുന്ന ഒരാളാണ് എന്ന് ദിയാസനയൊക്കെ പണ്ടമാനം സോഷ്യൽ മീഡിയ കൂടെ ഇറങ്ങുന്നുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് കുറേ ബിഗ് ബോസ് താരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ജിൻഡോനെ നശിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ്. അത് നമ്മളാരും അതിൽ പെടരുത്. ജിൻഡോ അങ്ങനെയുള്ള ഒരാളല്ല. ജിൻഡയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. ജിൻഡോനെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ജിൻഡോനെ നമ്മൾ പിന്തുണയ്ക്കാണ് വേണ്ടത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ
ഏത് നീചമായ മാർഗവും ഉപയോഗിച്ച് ജയിക്കും കപ്പെടുക്കുമെന്ന് പറഞ്ഞ ഒരാളെ പുറത്താക്കാനുള്ള വരെ ഈ കൂടെ തന്ത്രമില്ലേ, അത് വളരെ വളരെ മോശം. അത് ഇത്രയും ഒരു വൃത്തികെട്ട രീതിയിൽ ശരണ്യനെ വരെ ഇതിനു വേണ്ടി അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജിൻഡോൻ്റെ കൂടെ നമ്മളെല്ലാവരും ശക്തരായിട്ട് നമ്മൾ നിൽക്കുക. ജിൻഡോ നമ്മുടെ സൂപ്പർ താരമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. എന്തായാലും എല്ലാവരും വിഷു വസ്ത്രങ്ങൾ അണിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. വിഷു ആഘോഷം അവിടെ തകിട്ട് പൊടിയായിട്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് നാളെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡോടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.